പതിവ് പോലെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടേ. പിന്നെ മുഖം ഒന്ന് കഴുകി കയറി വന്നു. പിന്നെ ജസ്റ്റ് മുഖം ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ടേ. പിന്നെ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കട്ടൻ എന്ന് പറയാൻ പറ്റിയല്ല, പാൽച്ചായ. ചേട്ടായി ചായ തണുത്ത് പോയി, എനിക്ക് ഒരു ഗ്ലാസ് ഇട്ട് തരണമെന്നാണ് ഈ പറയുന്നത്. അപ്പം ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു. പിന്നെ നേരെ അടുക്കളയിലോട്ട് കയറി കഞ്ഞി ഇട്ടിട്ടുണ്ട് കേട്ടോ. കഞ്ഞി ഏകദേശം ആകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. പിന്നെ കഞ്ഞിയെല്ലാം പാർത്തതിന് ശേഷം കുടിവെള്ളം വെച്ചു കേട്ടോ. പിന്നെ അപ്പോഴത്തേന് പയറെല്ലാം വെന്ത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അടുത്ത് മസാല ചേർക്കലാണേ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, പിന്നെ ശകലം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ട് പരിപ്പ് കറിയാണ് വെച്ചത്. പക്ഷേ ഇങ്ങനെ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. തേങ്ങ അരയ്ക്കാനുള്ള മടി കൊണ്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത്. പിന്നെ എനിക്കിങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടമേ. പിന്നെ അത് മൂടി വെച്ചു. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വള്ളിപ്പയർ മെഴുക്കുവരട്ടി വെക്കലാണ്. തേങ്ങക്കൊത്തും ഒക്കെ സവോളയും പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, ശകലം മഞ്ഞപ്പൊടി അതൊക്കെ ഇട്ട് പയറും സെറ്റാക്കി വെച്ച് ചേട്ടായി പല്ലുതേക്കാൻ ഇറങ്ങിപ്പോയ വഴിക്ക് കുഞ്ഞും പുറകെ ഇറങ്ങിപ്പോവാണ്. ഞാൻ വിളിച്ചപ്പോൾ പോണോ വേണ്ടേ എന്ന് നല്ല ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്. പിന്നെ ഞാനും കുഞ്ഞിനും കൂടെ കുളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തല കഴുകിയില്ല, മേലേ കഴിയുള്ളൂ. ഇന്നലെ തല കഴുകിയായിരുന്നു. എനിക്ക് എല്ലാ ദിവസവും തല കഴുകാൻ പറ്റുകയില്ല കേട്ടോ, കാരണം എനിക്ക് അലർജി ഉള്ളതാണേ. തണുപ്പടിച്ച് പിന്നെ ശ്വാസം മുട്ടൽ പോലെ ചെറുതായിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞാൻ തലയൊന്നും കഴുകിയില്ല. പിന്നെ രാവിലെ തന്നെ തുണി അലക്കിയിട്ടുണ്ടായിരുന്നു, അത് വിരിക്കാൻ പോവാണ്. അപ്പോൾ അതുപോലെ കുളി കഴിഞ്ഞ് കൂടെ ഞാൻ എല്ലാ ദിവസവും അലക്കിയിടുന്നതാണ് തുണിയെ. പിന്നെ ഞാൻ കുഞ്ഞിനും കൂടെ വിരിക്കാൻ പോയി. അവനുള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടെങ്കിലും ശീലമായി. പിന്നെ അധികം തുണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടായുടെ ഷർട്ടും പിന്നെ ഒരു തോർത്തും പിന്നെ കുഞ്ഞിൻ്റെ ഒരു വെള്ള തുണിയും പിന്നെ എൻ്റെ ഒരു ടോപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ചുകൊണ്ട് ഞാൻ പുറകിലും വിരിച്ചിട്ടുണ്ടായിരുന്നു. കയറി വന്നപ്പോൾ ചവിട്ടിയെ ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. ഞാൻ തിണ്ണയെല്ലാം അടിച്ച് വാരി തുടച്ചിട്ടതാണ്. പിന്നെ ചവിട്ടിയിലെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. താഴത്തെ ചവിട്ടിയിൽ 2 ചവിട്ടിയിൽ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം തൂത്ത് കളഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അകത്തോട്ട് കയറി പോന്നു. കുഞ്ഞിൻ്റെ രാവിലെ തന്നെ ഭയങ്കര അലമ്പാട്ടോ. കുളി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണം, അതിന് വേണ്ടിയാണ് ഈ അലമ്പുണ്ടാക്കുന്നത്. പിന്നെ ഞാനങ്ങ് എടുത്തു കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഗ്ലാസ് ചായ എടുക്കാമെന്ന് വെച്ചു, കാരണം വിശക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ കൊഞ്ചിക്കുമ്പോഴാണ് മര്യാദയ്ക്ക് ഇരുന്നോളും കുറച്ച് സമയമൊക്കെ. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് കൊഞ്ചിക്കുന്ന ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. എടുക്കണം, അതാണ് മെയിൻ പ്രോബ്ലം. പിന്നെ ഞാൻ പിന്നെ ചായയൊക്കെ ഇളക്കാൻ നേരമൊക്കെ എൻ്റെ തോള ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഉറങ്ങാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. പിന്നെ ഞാൻ അടുത്ത് കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി കൊടുക്കാൻ പാല് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പശുമ്പാലാണ്. ഇടയ്ക്ക് ലാക്ടോജനും കൊടുക്കും, കാരണം ലാക്ടോജൻ തന്നെ കൊടുത്താൽ മുതലാവില്ല. പിന്നെ ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാത്ത പാലൊക്കെ കൊടുക്കാമെന്ന്. പിന്നെ അതും കൊടുത്തു തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ തൊട്ടിലോട്ട് കിടത്തി ഉറക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണേ. പിന്നെ പാല് തന്നെ കുടിക്കുന്നത് ഇഷ്ടമേ, പിടിച്ച് കുടിക്കണമല്ലോ, കാരണം ബഹളം ഉണ്ടാക്കുവേ. പിന്നെ ടർക്കി മസ്റ്റാണ് കിടക്കുമ്പോഴേ. എന്നാ ചൂടാണേലും പുതച്ചുകൊണ്ടേ കിടക്കുള്ളൂ കേട്ടോ. അതൊരു സ്വഭാവമാണ്. ഇതെന്നാ സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കുഞ്ഞിൻ്റെ. പിന്നെ ഞാൻ ആട്ടി ഉറക്കുന്നുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിയായിരുന്നു കേട്ടോ. പുതപ്പൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. അതെന്നാ പതിപോലെ എല്ലാം അവരൊരു ശീലങ്ങളാണ് ഓരോരോ. പിന്നെ ഒരു കാലിങ്ങനെ പൊക്കി വെച്ചുകൊണ്ടേ ഉറങ്ങത്തുള്ളൂ തൊട്ടിയുടെ വെളിയിൽ. ഞാൻ സൈഡിലൊരു ഇതൊക്കെ കൂടി കുത്തിയിട്ടുണ്ട്, കാരണം ചാടിപ്പോകാതിരിക്കാൻ. പിന്നെ ഞാൻ ഇറങ്ങി വന്ന് കഥയൊക്കെ അടച്ചിട്ട് വന്നേ. പിന്നെ രാവിലത്തെ കാപ്പി എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ടാണ്. ഒരു പഴം, ഒരു ബിസ്ക്കറ്റ്, ഒരു ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഡയറ്റിങ്ങിലാണ്. കാരണം ഈയിടെയായിട്ട് ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട്, കാരണം ശകലം വയറൊക്കെ ചാടിയിട്ടുണ്ട്. ഞാൻ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ പിന്നെ ഡയറ്റ് ചെയ്യാമെന്ന് ഓർത്തു. കാരണം രാവിലെ വലിച്ചു വാരി തിന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്തിരുന്നൊരു ഗുണം കിട്ടുകയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ കുഞ്ഞിന് മുട്ടയും കാടമുട്ടയാണ്, കാടമുട്ടയും പഴവും കൂടെ പുഴുങ്ങാൻ വെച്ചു. അതിന് ശേഷം കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു, ഇത് മേടിച്ചോ കേട്ടോ. വിറകൊക്കെ ഇവിടെ പെറുക്കാനൊന്നുമില്ല. പിന്നെ കടയിൽ നിന്ന് വില കൊടുത്ത് മേടിക്കലാണ് ഇപ്പോൾ പതിവേ. ഞാനത് ചെറുതായിട്ട് വെട്ടി ഒടിച്ച് വെക്കുന്നുണ്ട്, കാരണം എല്ലാ ദിവസവും ചേട്ടാ എനിക്ക് വെച്ച് തരുന്നതാണ്. പക്ഷേ ഈ ആഴ്ച സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വെട്ടിക്കറി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഉണങ്ങാൻ വേണ്ടി അവിടെ ഇട്ടിട്ട് പിന്നെ നേരെ അകത്തോട്ട് കയറി വന്നേ. പിന്നെ അവിടുത്തെ കറിയൊക്കെ ഇട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ആകുമ്പോഴത്തേനും വളിച്ചു പോവേ. പിന്നെ ഞാനതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേനും പിന്നെ കുഞ്ഞിനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവന് പഴം അങ്ങ് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മൂടില്ല, രാവിലെ തന്നെ അലമ്പാട്ടോ. എന്നാണ് കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഇങ്ങനെയാണ്, ഭയങ്കര ഉറക്കമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ നോക്കാണ് ഇടിമി വീങ്ങി തെറ്റിയൊക്കെ ഇരിക്കുവാണ്. പിന്നെ പഴമൊക്കെ ഒരു കൊടുത്തപ്പോൾ തിന്നുന്നുണ്ടായിരുന്നു. കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള പഴം പുഴുങ്ങിയതാട്ടോ, അത് കൊടുത്താൽ തിന്നോളും. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പനക്കൽക്കണ്ട, അത് കുഞ്ഞിനുള്ളത് തന്നെയാണ്. ഇത് പാലില്ലാത്ത, പിന്നെ വെള്ളം കുടിക്കാൻ നേരമൊക്കെ ഇച്ചിരിച്ചായിട്ട് പൊടിച്ചു കൊടുത്താലേ അവൻ കുടിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അത് ഞാൻ പൊടിച്ചു വെക്കാമെന്ന് വെച്ചാൽ മിക്സി ഓണായിരുന്നു കേട്ടോ. ഞാൻ കുത്തിയത് ഞെട്ടിപ്പോയി, ഒരു വൈബ്രേഷൻ പോലെ വന്നു. ഞാൻ ഓർത്തെല്ലാം തെറിച്ച് പോയെന്ന്. നല്ല പുകയാണേ. നന്നായി ഫൈനായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അവൻ്റെ പാത്രത്തിലോട്ട് കോരിത്തട്ടുവാണ് കേട്ടോ. കാരണം ചിച്ചി ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവന് വെള്ളം കുടിക്കത്തൊന്നുമില്ല കേട്ടോ, ഭയങ്കര അടവാണേ. പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വെച്ചു. അവന് പഴം കൊടുത്ത പാത്രം പിന്നെ
മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പം ആകുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെച്ചില്ല പിന്നെ ഇരട്ടി പണിയാകും. പിന്നെ ഞാനത് കയ്യോടെ എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അടുക്കളയിലും മുറിഞ്ഞെടുക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണേ. പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ പിന്നെ ഒന്നുകൂടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഞാൻ ഇച്ചിരി ചോറിനെന്ന് വെച്ചു. പരിപ്പിയാറും പിന്നെ പള്ളിപ്പയറും മെഴുക്കുവരട്ടിയും പിന്നെ മുളക് പൊടിച്ചതും ഉണ്ടായിരുന്നേ. നല്ല ചൂടാട്ടോ ഇവിടെ. ഉച്ച സമയത്താണെങ്കിലും രാവിലെ കുളിച്ചാലും വൈകുന്നേരം ഒന്നുകൂടെ മേല് കഴുകിയില്ല കിടന്നുറങ്ങാൻ പറ്റുകയില്ല. നല്ല ചൂടാണെന്ന് വെച്ചാൽ വിയർത്ത് ഒഴുകുവാണ്. പിന്നെ ചോറ് കഴിക്കുമ്പോൾ പ്രത്യേകം പറയാനില്ലല്ലോ. പിന്നെ അകത്തൊക്കെയാണ് പിന്നെ ഫാൻ ഇട്ടിരിക്കാം. പക്ഷേ എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഫാന് ഭയങ്കര ചൂടാണ്. പിന്നെ താഴത്തെ ചേച്ചി എന്നോട് എന്നാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ഞാൻ തല കുലുക്കി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.